എന്ന് പറയുന്നത് പോലെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശയം അദ്ദേഹം ഏതർത്ഥത്തിലാണോ ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നത് അതേ അർത്ഥത്തിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളുകൾ റിസീവ് ചെയ്യുമ്പോഴാണ് നമ്മുടെ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായി നടക്കുന്നു എന്ന് പറയും. പലപ്പോഴും നമ്മൾ ഈ ബിസിനസ് പ്രോപ്പറായി നമുക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്താണോ ഇബയോട്ടോറിയം ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് വ്യക്തമായ ആളുകളിലേക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വളരെയധികം ശ്രദ്ധിക്കണം. കൃത്യമായ രീതിയിൽ എന്താണോ കമ്പനി ഉദ്ദേശിച്ചിട്ടുള്ളത് ആ അർത്ഥത്തിൽ തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ടാവണം. ഇന്റൻഡഡ് മീനിങ് ഈസ് ഈക്വൽ ടു അണ്ടർസ്റ്റാൻഡിങ് മീനിങ്. എന്താണോ ഉദ്ദേശിച്ചത് ആ അർത്ഥത്തിൽ മറ്റേ മനസ്സിലാക്കുമ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുന്നത്. രണ്ട് രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ്. രണ്ടാമത്തെ കമ്മ്യൂണിക്കേഷൻ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല എന്ന് വിചാരിക്കാം. ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? സെൽഫ് ടാക്ക്. എന്താണ് സെൽഫ് ടോക്ക് ഉദ്ദേശിച്ചത്? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ആരെ കുറിച്ചിട്ടാണ്? നിങ്ങളെ കുറിച്ചിട്ടാണ്. ശരിയല്ലേ? നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി വെച്ച ആരെ കുറിച്ചിട്ടാണ്? നിങ്ങളെ കുറിച്ചിട്ടാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടുള്ള ആരാണ്? നിങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ആരോടാണ് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ടുണ്ടോ? അപ്പുറത്തെ വീട്ടിലെ മേച്ചേച്ചിയോടാണോ? അല്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങളോട് തന്നെയാണ്. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതിനെയാണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ സെൽഫ് ടോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്? ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ സെൽഫ് ടോക്കിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ? നമ്മൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ സെൽഫ് ടോക്കിന് ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് ഒരുപാട് പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ റോള് വളരെ വലുതാണ് സെൽഫ് ടോക്ക് എന്നുള്ളത്. ഒന്ന് നമ്മുടെ ചിന്തകളെയും എമോഷൻസിനെയും ബിഹേവിയേഴ്സിനൊക്കെ ഫോം ചെയ്യുന്നതിന് നമ്മളുടെ സെൽഫ് ടോക്ക് വളരെയധികം പ്രധാനപ്പെട്ടാണ്. നമ്മളൊന്ന് സ്വയം ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും നമ്മൾ നമ്മളോട് സംസാരിക്കുന്ന സെൽഫ് ടോക്കില് പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ. നമ്മൾ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്നെ കൊണ്ട് ഇത് കഴിയും, എനിക്കിത് നേടാൻ പറ്റും എന്ന് നമ്മൾ ഉറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മുടെ ചിന്തകളെ, നമ്മുടെ ടോക്കിനെ, നമ്മളോട് തന്നെ സംസാരിക്കുന്നതിന് നമ്മൾ സ്വയം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്റെ ഇന്റേണൽ സെൽഫ് ടോക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. പോസിറ്റീവ് സെൽഫ് ടോക്ക് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് പകരം തളർച്ച ഉണ്ടാവാം. ഇനി എങ്ങനെയാണ് ഒരു പോസിറ്റീവ് സൈക്കിൾ എന്താന്ന് പറയാം? ഇതിനാണ് തോട്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയാം. എന്താ തോട്ട് എഞ്ചിനീയറിംഗ് പറഞ്ഞ? പോസിറ്റീവ് സൈക്കിൾ നിങ്ങൾ തുടങ്ങുക. ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യം മാറേണ്ടത് ചിന്തയാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക. ആ ചിന്തകളാണ് പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് വാക്കുകളായിട്ട് പുറത്തേക്ക് വരിക. നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ നിരീക്ഷിക്കുക. കാരണം ആ വാക്കുകളാണ് നിങ്ങളുടെ പ്രവർത്തികളായിട്ട് മുന്നോട്ട് വരിക. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തികളെ നിരീക്ഷിക്കുക. ആ പ്രവർത്തികളാണ്, ചില പ്രവർത്തികൾ ആവർത്തിച്ച് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് പുതിയ ശീലങ്ങൾ ഉണ്ടാക്കി തരും. നിങ്ങൾ നിങ്ങളുടെ ശീലങ്ങളെ നിങ്ങൾ നിരീക്ഷിക്കണം. കാരണം ആ ശീലങ്ങളാണ് നിങ്ങൾ എന്നുള്ള വ്യക്തി എന്താണോ ആ വ്യക്തിയുടെ ക്യാരക്ടറായിട്ട് മാറിയിട്ടുള്ളത്. നിങ്ങളുടെ ക്യാരക്ടറെ നിങ്ങൾ നിരീക്ഷിക്കണം. ആ ക്യാരക്ടറാണ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്യുന്നത്. അപ്പോ തോട്ട് പ്രോസസ് എന്ന് പറയുന്ന ഈ പോസിറ്റീവ് സൈക്കിൾ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിങ്ങളുടെ തോട്ട്സ് ആണ്. തോട്ട്സ് വേർഡ്സ് ആയിട്ട് മാറും. വേർഡ്സ് ആണ് ആക്ഷൻസ് ആയിട്ട് മാറുക. ആക്ഷൻസ് ഒരു പീരീഡ് ഓഫ് ടൈം റിപ്പീറ്റഡ് ആകുമ്പോൾ അത് നിങ്ങൾക്ക് ഹാബിറ്റ്സ് ആവും. ഹാബിറ്റ്സ് ആണ് നിങ്ങളുടെ ക്യാരക്ടർ ഫോം ചെയ്യുന്നത്. ആ ക്യാരക്ടറാണ് നിങ്ങളുടെ ലക്ഷ്യം തീരുമാനിക്കുന്നത് എന്നുള്ളത്. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിങ്ങൾ ഏത് ലക്ഷ്യം വെച്ചാലും ആദ്യം അത് തുടങ്ങുന്നത് നിങ്ങളുടെ ചിന്തയിൽ നിന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ മനസ്സിലായി, ഒരു ദിവസം 50,000-നും 70,000-നും ഇടയ്ക്ക് ചിന്തകൾ അദ്ദേഹത്തിന്റെ തലച്ചോറിലുണ്ടാവും. പക്ഷെ 80% ചിന്തകളും നമുക്കറിയാം നമുക്ക് ആവശ്യമില്ലാത്ത നെഗറ്റീവ് തോട്ട്സ് ആണ്. ഈ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനമില്ല. ഈ 95% ചിന്തകൾ എടുത്തൊന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ ചിന്തകളെല്ലാം ആവർത്തിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ്. നമ്മുടെ ചിന്തകളെ പ്രോപ്പറായി ഫോക്കസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം.
ഒരു ലെൻസ് എടുത്ത് സൂര്യപ്രകാശത്തിൽ കാണിച്ച് ഒരു പേപ്പറിൽ വെക്കുമ്പോ ആ പേപ്പർ കത്താൻ തുടങ്ങുന്നത് പോലെ നമ്മൾക്ക് ആവശ്യമില്ലാത്ത ചിന്തകളെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ആ ചിന്തകളെ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മേഖലയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ വറീസിനെ കുറിച്ച്, നമ്മുടെ ഫിയേഴ്സിനെ കുറിച്ച്, നമ്മുടെ ഡിസയേഴ്സിനെ കുറിച്ച്, മെമ്മറീസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും. എ മാൻ ഈസ് വാട്ട് ഹി തിങ്ക് ഹി ഈസ്. ഒരു മനുഷ്യൻ എന്താവുന്നോ ചിന്തിക്കുന്നോ അതായി തീരുന്നു എന്നുള്ളതാണ് സയൻസ് പറഞ്ഞത്. അതല്ല മൈൻഡ് ഈസ് എവറിത്തിങ്, വാട്ട് യു തിങ്ക് യു ബിക്കം. ബുദ്ധ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നിങ്ങൾ ആയിത്തീരുന്നത്. നിങ്ങൾക്ക് ഈ ബയോട്ടോറത്തിൽ സക്സസ് ആവണം നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾ ഈ ബയോട്ടോറത്തിൽ ചിന്തിക്കണം, ഈ ബയോട്ടോറിയം കുടിക്കണം, ഈ ബയോട്ടോറിയം കഴിക്കണം, ഈ ബയോട്ടോറത്തിൽ ഉറങ്ങണം, ഈ ബയോട്ടോറിയം നിങ്ങൾ എൻജോയ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏത് മേഖലയിലും വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്യണം? നമ്മുടെ പൂർണ്ണ മനസ്സോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പോഴാണ് അത് മൈൻഡ്ഫുൾനെസ് ആവാനുള്ളതാണ്. നമുക്ക് നടക്കുമ്പോൾ മൈൻഡ്ഫുൾ ആയിട്ട് നടക്കാം, നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ മൈൻഡ്ഫുൾ ആയിട്ട് ഭക്ഷണം കഴിക്കാം. നമ്മൾ ഏത് പ്രവൃത്തിയിൽ എത്തുമ്പോഴും അത് മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാം. അതൊരു ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ആണ്. അപ്പോ നമ്മൾ ഇതിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് തോട്ട് ജേർണൽസ് ആണ്. എന്താണ് തോട്ട് ജേർണൽസ് എന്ന് പറയാൻ? നമുക്കറിയാം പണ്ടൊരു ഒരു മൊബൈൽ കമ്പനിയുടെ പരസ്യമുണ്ട്, ഐഡിയ എന്ന് ചേർത്തിട്ടുണ്ടാവും. വൺ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. നമ്മൾക്ക് പല രീതിയിലുള്ള തോട്ട്സുകൾ നമുക്ക് വരും, പക്ഷെ അത് വരുന്നത് നമുക്ക് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആണ് തലച്ചോറി ഉണ്ടാവുക. അപ്പൊ ആ സമയത്ത് അതിനെ എഴുതി വെച്ചില്ലെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ബിസിനസിന്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് പല രീതിയിലുള്ള ആശയങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും. പക്ഷെ ആ കാര്യങ്ങൾ ഏതൊക്കെയോ സമയത്ത് നമ്മുടെ തലച്ചോറിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ നമ്മളത് നോട്ട് ചെയ്യാത്തതുകൊണ്ട് പിന്നീട് എന്താണെന്ന് ആലോചിച്ചെടുക്കാൻ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അപ്പൊ കയ്യിലൊരു പോക്കറ്റിൽ ഒരു ചെറിയ പോക്കറ്റ് ഡയറി നമ്മൾ കരുതിയാൽ ഇത്തരത്തിലുള്ള ചെരുപ്പ് ഇല്ലാത്തവൻ, നല്ല ചെരുപ്പില്ലാത്തവൻ പരാതി പറയില്ല. കാരണം എന്ത്? കാലില്ലാത്തവന് ചെരുപ്പില്ലാത്തവന്റെ വിഷമം കാലില്ലാത്തവൻ അറിയുള്ളൂ, അദ്ദേഹത്തിന് ചെരുപ്പിടാൻ പറ്റാത്തതിന്റെ വിഷമം. അപ്പൊ നമുക്കുള്ളതിന് നമ്മൾ എന്നും ഈശ്വരനോട് ഗ്രേറ്റ്ഫുൾ ആവാം. ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് തോട്ട്സുകളെ മാനേജ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്? നമുക്ക് ജനറൽ ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നമുക്ക് വേണ്ട സെൽഫ് ടോക്ക് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്. പോസിറ്റീവ് സെൽഫ് ടോക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അഫർമേഷൻസ്, എല്ലാ പ്രാർത്ഥനകളും എല്ലാ അഫർമേഷൻസും പോസിറ്റീവ് ആണ്. ഉദാഹരണം, നിങ്ങൾ രാവിലെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് പറയണം, ഞാൻ മിടുക്കനാണ്, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ ഈ ബയോട്ടോറത്തിൽ ഒരു കൊടീശ്വരനാവും, ഞാൻ വളരെ സക്സസ്ഫുൾ പേഴ്സണാലിറ്റിയാണ്, ഞാൻ ഭയങ്കര മോട്ടിവേറ്റർ ആണ്, എനിക്ക് ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്നും നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഉപബോധ മനസ്സിൽ സ്ഥിരമായി കേൾക്കുകയും അത് കൺസീവ് ആവുകയും ചെയ്യും. നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നടത്തുന്ന പോസിറ്റീവ് ടോക്കുകള്, മിറർ പ്രാക്ടീസുകള് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. പ്രാക്ടീസ് സൈലൻസ്. ഇതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് തോട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഈ മേഖല ഒരു വലിയ സക്സസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ് ടോക്കിനെ പോസിറ്റീവ് ആക്കിയേ പറ്റൂ. അപ്പൊ ഞാൻ ഇത്ര നേരം നിങ്ങളോട് സംസാരിച്ചത് എന്തുകൊണ്ട് നമ്മൾ സെൽഫ് ടോക്കിനെ ശ്രദ്ധിക്കണമെന്നും സെൽഫ് ടോക്കിനെ നമ്മൾ ഒബ്സർവ് ചെയ്യണമെന്നും സെൽഫ് ടോക്കിനെ എങ്ങനെ നമ്മൾ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കണമെന്നും ആ ചിന്തകളെ പൂർണ്ണമായും പോസിറ്റീവ് ആക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ ഒരു പോസിറ്റീവ് വേർഷനായിട്ട് മാറും. നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നേടാൻ പറ്റും. നിങ്ങളുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ ആയിക്കോട്ടെ,
പിന്നെ നിങ്ങൾ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ടീമിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ രണ്ടാമത്തെ പാർട്ട്, ഈ കമ്മ്യൂണിക്കേഷൻ രണ്ടാമത്തെ പാർട്ട് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഞാൻ നിങ്ങളോട് ഇപ്പൊ സംസാരിക്കുന്ന ഒരു എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. രണ്ട് ടൈപ്പ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒന്ന് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്, രണ്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്ത് പറയുമ്പോഴും നമ്മൾ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ എന്ത് പറയുമ്പോഴും ഒരു ആശയം നമ്മൾ പറഞ്ഞാൽ അതിനോടൊപ്പം ഒരു ഉദാഹരണം നമ്മൾ പറയണം. ആ ഉദാഹരണം പറയുമ്പോഴാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയത്തെ കുറെ കൂടി എഫക്റ്റീവ് ആയിട്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റേഴ്സും അവർ സംസാരിക്കുന്ന വിഷയങ്ങൾ അവർക്ക് എപ്പോഴും ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു വ്യക്തി മറ്റുള്ള വ്യക്തിയോട് നേരിട്ട് സംസാരിക്കുന്നതിനാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അല്ലെ, നിങ്ങൾക്ക് ഈ ഡയറക്ട് സെല്ലിംഗിലേക്ക് കടന്നു വരുമ്പോ യാതൊരു എക്സ്പീരിയൻസും നമുക്ക് ആവശ്യമില്ല നമ്മൾ ആൾക്ക് പറയാറുണ്ട്. ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സില് മെച്ചപ്പെട്ട ഒരു അച്ചീവർ ആയിട്ട് മാറണമെങ്കിൽ ആ വ്യക്തി ഈ ബിസിനസ് മറ്റുള്ളവരോട് പറയാൻ പഠിക്കണം. അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ട് സെല്ലിന്റെ ആയുധം എന്ന് പറയുന്നത് വായാണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പഠിച്ചാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഈ ബിസിനസ് നന്നായിട്ട് മറ്റുള്ളവരോട് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്ന വ്യക്തി എങ്ങനെയാണ് ഒരു നല്ല ഓറൽ കമ്മ്യൂണിക്കേറ്റർ ആവുക, അല്ലെങ്കിൽ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് മാറുക? ബൈ അറ്റൻഡിങ് വർക്ക്ഷോപ്പ് പ്രോഗ്രാംസ്. സ്പീക്കേഴ്സ് വർക്ക്ഷോപ്പ് പ്രോഗ്രാം നിങ്ങൾ ടീം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള വർക്ക്ഷോപ്പ് പ്രോഗ്രാമിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി റിയൽ ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് മാറുന്നത്. അപ്പൊ നിങ്ങൾ ടീം ഓർഗനൈസ് ചെയ്യുന്ന വർക്ക്ഷോപ്പ് പ്രോഗ്രാമുകളിലൂടെ നിങ്ങളുടെ മുമ്പിലുള്ള ആളുകളെ ഫേസ് ചെയ്യാനും ആളുകളെ കൃത്യമായ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കാനും ആളുകളോട് എങ്ങനെ ഐ കോണ്ടാക്ട് ഉപയോഗിച്ച് സംസാരിക്കണമെന്നും എങ്ങനെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണം ഒക്കെ നമ്മൾ പഠിക്കുന്നത് വർക്ക്ഷോപ്പ് പ്രോഗ്രാമിലാണ്. അപ്പൊ വർക്ക്ഷോപ്പ് പ്രോഗ്രാമിലൂടെ പല രീതിയിലുള്ള വർക്ക്ഷോപ്പ് പ്രോഗ്രാമുകളുണ്ട്. വർക്ക്ഷോപ്പ് പ്രോഗ്രാമുകളിലൂടെയാണ് നമ്മൾ പ്രോസ്പെക്ടിങ് പഠിക്കുക, വർക്ക്ഷോപ്പ് പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ ഫോളോ അപ്പ് പഠിക്കുക, വർക്ക്ഷോപ്പ് പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് പഠിക്കുക, വർക്ക്ഷോപ്പ് പ്രോഗ്രാമിലൂടെയാണ് സെയിൽസ് ക്ലോസിംഗ് പഠിക്കുക. അതുപോലെ എങ്ങനെയാണ് പ്രൊഡക്റ്റ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡെമോ നമ്മൾ കാണിക്കേണ്ടത്, എങ്ങനെയാണ് നമുക്ക് ബിസിനസ് പ്രസന്റ് ചെയ്യേണ്ടത്, നമ്മുടെ പ്രസന്റേഷൻ പ്ലാൻ എങ്ങനെ പ്രസന്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും വർക്ക്ഷോപ്പ് പ്രോഗ്രാമിലാണ്. അപ്പൊ നിങ്ങളെ എൻഹാൻസ് ചെയ്യാനും നിങ്ങളുടെ സ്കിൽസിനെ ഇംപ്രൂവ് ചെയ്യാനും നിങ്ങൾ നിങ്ങളുടെ ടീം ഓർഗനൈസ് ചെയ്യുന്ന വർക്ക്ഷോപ്പ് പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് നമ്മൾ വായുകൊണ്ട് നേരിട്ട് സംസാരിക്കുന്നതിനാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എങ്കിൽ മോസ്റ്റ് പവർഫുൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ലോകത്ത് എല്ലായിടത്തും പോയിട്ട് നമ്മൾ വയറ്റ് തടിച്ചിട്ട് പറയണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒന്നുണ്ടോ വിശക്കന് എന്തെങ്കിലും തരണം എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ അത് വലിയ ഒരു ഇങ്ങനെ കാണിച്ചാൽ അതിനർത്ഥം ഇങ്ങോട്ട് വരുന്നതാണ്, അല്ലെ? അപ്പൊ നമുക്ക് പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒരു ലാംഗ്വേജ് പോലും ഇല്ലാതെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് നമുക്ക് ആരോട് വേണമെങ്കിലും സംവദിക്കാൻ പറ്റും. സോ എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? അതിന്റെ പേരാണ് ബോഡി ലാംഗ്വേജ്. നമ്മുടെ ശരീരഭാഷ, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആവാം, അതുപോലെ തന്നെ അത്തരത്തിൽ നമ്മൾ ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തിന്റെ ഭാഷ എന്താണ്, ശരീരഭാഷ കൊണ്ട് നമ്മൾ എങ്ങനെ ആളുകളുമായി സംവദിക്കണം? ബോഡി ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ നിങ്ങളുടെ ശരീരഭാഷയും കൂടി കറക്റ്റ് ആയാൽ മാത്രമേ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് മാറുള്ളൂ. വെർബൽ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എടുത്തുനിന്ന് പഠിക്കുമ്പോൾ മനസ്സിലാവും. വെർബൽ കമ്മ്യൂണിക്കേഷൻ 35% ഉള്ളൂ. 35% വെർബൽ കമ്മ്യൂണിക്കേഷൻ എങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ 65% ഉണ്ട്. അപ്പൊ 65% വരുന്ന നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ മാസ്റ്റർ ചെയ്യാതെ ഡയറക്ട് സെല്ലിംഗിൽ നിങ്ങൾക്ക് ഒരിക്കലും മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് മാറാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് സംസാരിക്കുമ്പോൾ ചില ആളുകളുണ്ട് യാതൊരു എമോഷൻസും ഓർത്തു വരില്ല, യാതൊരു സീറോ എക്സ്പ്രഷൻസും.
സീറോ എക്സ്പ്രഷൻ. മറിച്ച് നിങ്ങൾ ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എനർജി ഉണ്ടാവണം, എക്സൈറ്റ്മെന്റ് ഉണ്ടാവണം. നിങ്ങളുടെ എനർജിയും എക്സൈറ്റ്മെന്റും നിങ്ങളുടെ മുഖത്ത് കാണണം. അപ്പോ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടോൺ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങളുടെ വോയിസിന്റെ ടോണിൽ അറിയാൻ പറ്റും. നിങ്ങൾ പറയുന്ന കാര്യത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടാണോ സിൻസിയർ ആയിട്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ ടോൺ റീഡ് ചെയ്യും. അപ്പൊ നമ്മുടെ ടോൺ നമ്മുടെ കോൺഫിഡൻസ് ഉയർത്തും. വെർബൽ കമ്മ്യൂണിക്കേഷനിലെ ടോണിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ അപ്പിയറൻസ് വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തിയെ നിങ്ങളുടെ അപ്പിയറൻസ് നല്ല കോൺഫിഡൻസ് തരും നിങ്ങൾക്ക്. നിങ്ങളുടെ മൂവ്മെന്റ്സ്, ശരീരത്തിന്റെ മൂവ്മെന്റ്സ്, ഞാൻ എപ്പോഴും സംസാരിക്കും രണ്ട് കൈകളും ഒരുമിച്ച് ഉപയോഗിക്കുന്നത്, ലെഫ്റ്റും റൈറ്റും ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ മാത്രം സംസാരിച്ചത് എഫക്റ്റീവ് ആവില്ല. അപ്പൊ നമ്മുടെ മൂവ്മെന്റ്സ്, ബോഡി മൂവ്മെന്റ്സുകൾ നല്ല എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുടെ കൈകളും കാര്യങ്ങളൊക്കെ ഒരേപോലെ സിമെട്രിക് ആയിട്ടാണ് മൂവ് ചെയ്യുക. അപ്പൊ നമ്മുടെ മൂവ്മെന്റ്സ് വളരെയധികം പ്രധാനമാണ്. മൂവ്മെന്റ് ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ഐ കോണ്ടാക്ട്, സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലിരിക്കുന്ന പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുടെ നെറ്റിയിൽ, തിരുനെറ്റിയിൽ അല്ലെങ്കിൽ കണ്ണുകളിൽ നോക്കി സംസാരിക്കണം. ആ കണ്ണുകളിൽ നിങ്ങളുടെ തിളക്കം, ആ വ്യക്തിയെ നിങ്ങൾ കണ്ണുകളിൽ നോക്കി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കോൺഫിഡൻസ് വർദ്ധന. അപ്പൊ നിങ്ങളുടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ആകാശത്തേക്ക് നോക്കി സംസാരിച്ചാലോ അല്ല താഴേക്ക് നോക്കി സംസാരിച്ചാലോ പറയുന്ന കാര്യത്തെ കുറിച്ച് യാതൊരു കോൺഫിഡൻസും ഇല്ലാന്ന് മനസ്സിലാക്കും. അപ്പൊ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന പ്രോസ്പെക്റ്റീവ് ഗസ്റ്റുകളുടെ മുഖത്ത് നോക്കി, കണ്ണിൽ നോക്കി, ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കണം എന്നുള്ളതാണ് ഐ കോണ്ടാക്ട്. നിങ്ങളുടെ ശരീരത്തിന്റെ ജസ്റ്റേഴ്സ്, പല രീതിയിലുള്ള ജസ്റ്റേഴ്സ്, ഇതിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പല ആളുകൾക്കും അറിയാം അല്ലെ. ഇതൊരു ജസ്റ്ററാണ്. വെൽ ഡൺ, ഇതൊരു ജസ്റ്ററാണ് അല്ലെ. ഇത് വിക്ടറി സൈൻ ഒരു ജസ്റ്ററാണ്. ചില ഇംഗ്ലീഷ് സിനിമയിലൊക്കെ ഉണ്ട് ഇതിന്റെ ശരീരഘടന. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ പോസ്റ്ററുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. എന്റെ കണക്ഷൻ സ്റ്റേബിൾ ആണോ? യൂണിസ്റ്റ് ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണ്. ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ സാർ. ഓക്കെ, വെരി ഗുഡ്. ഇടയ്ക്ക് നെറ്റ് നമുക്ക് ശരിയാവും. ഓക്കെ, എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? സ്മൈൽ. നമുക്കറിയാം നമ്മുടെ മുഖത്ത് 17ഓളം മസിൽസ് ഉണ്ട്. പക്ഷെ ഇന്നവരെ അത് ഉപയോഗിച്ചിട്ടില്ല പലരും. എന്ത് ചെയ്യണം? നന്നായിട്ട് ഈ മേഖല വിജയികൾക്ക് പുഞ്ചിരിക്കാൻ പഠിക്കണം. ആ 17 മസിൽസ് ഒക്കെ ഒന്ന് വർക്ക് ചെയ്യട്ടെ. അപ്പൊ ഈ 17 മസിൽസ് വർക്ക് ചെയ്യുക. സ്മൈൽ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കുക, ഫേഷ്യൽ മസിൽസ്, പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. ഈ ഐ കോണ്ടാക്ട് നേരത്തെ സൂചിപ്പിച്ചത്, ഐ കോണ്ടാക്ട് നമ്മുടെ കോൺഫിഡൻസും ഹോണസ്റ്റിയും ട്രസ്റ്റ് വർക്കിയൊക്കെ നമ്മൾക്ക് ഐ കോണ്ടാക്ടിലൂടെയാണ് നമുക്ക് അറിയാൻ കഴിയുക. 3, ഫേഷ്യൽ എക്സ്പ്രഷൻസ്. നമ്മുടെ ഫേസ് കൊണ്ട് നമുക്ക് നമ്മുടെ രീതിയിലുള്ള ആശയം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സന്തോഷമാണോ, സങ്കടമാണോ ഉള്ളത്, ദേഷ്യമാണോ ഉള്ളത്, പേടിയാണോ നമുക്കുള്ളത്, നമുക്ക് സുഖമാണോ ഉള്ളത്, സർപ്രൈസ്ഡ് ആണോ, ഇതൊക്കെ നമുക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ പോസ്റ്റർ നല്ല നിവർന്ന് നല്ല വടിവോടുകൂടി നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ഒരാൾക്കുണ്ടാവുന്ന ഒരു കോൺഫിഡൻസ്, ചിന്നക്ക് താടി ഇങ്ങനെ വെക്കുന്നതും ഇങ്ങനെ വരുന്ന സംസാരിക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കി താഴെ നോക്കി നമ്മൾ സംസാരിച്ചാൽ നമ്മൾ പറയുന്ന കാര്യത്തിൽ നമുക്ക് കോൺഫിഡൻസ് കുറവാണ്. അപ്പൊ തല ഉയർത്തി, താടി ഉയർത്തി, ഫേഷ്യൽ മസിൽസ് എല്ലാം റിലീസ് ചെയ്തുകൊണ്ട് പുഞ്ചിരിയോടുകൂടി നമ്മൾ സംസാരിക്കണം. നമ്മുടെ ഹാൻഡ് ജസ്റ്റേഴ്സ്, ഗുഡ് ജോബ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഗുഡ് ജോബ്. വിക്ടറി സൈൻസ്, റിംഗ് ജസ്റ്റർ അടിപൊളിയായിട്ടുണ്ട്. കാരണം റിംഗ് ഇടുന്ന കൈ മോതിരം ഇടുന്ന മാതിരി ഇങ്ങോട്ട് സംസാരിക്കുന്നില്ലേ, ഇത് പോസിറ്റീവ് ജസ്റ്റർ ആണ്. അടിപൊളിയായിട്ടുണ്ട് എന്ന് നമ്മൾ സംസാരിക്കുക. അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവും അല്ലേ. സംസാരിക്കുന്ന വോയിസ് മോഡുലേഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സംസാരിക്കുന്ന വോയിസ് മോഡുലേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ടോൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ തലയുടെ അനക്കം, മൂവ്മെന്റ് ഓഫ് യുവർ ഹെഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മൂവ്മെന്റ് ഓഫ് യുവർ ഹെഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു സംസാരിക്കുന്ന സമയത്ത് നമ്മൾ തല ഇങ്ങനെ കുടിക്കുന്ന നോഡ് ചെയ്യുന്നതോ പോസിറ്റീവായി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ സ്വീകരിക്കൂ എന്നുള്ളതിന്റെ തെളിവാണ് തല ഇങ്ങനെ എപ്പോഴും പറയുന്ന സമയത്ത് അദ്ദേഹം തല ആട്ടിക്കൊണ്ടിരിക്കുന്നു, നോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറിച്ച്
അദ്ദേഹം നോട് ചെയ്തില്ലെങ്കിലോ തല അനക്കുന്നില്ല എന്ന് മനസ്സിലായി അദ്ദേഹം വളരെ ഓപ്പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൂഡിലാണ് ഇരിക്കുന്നത് എന്നുള്ള ശരീരഭാഷ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വ്യക്തിയുടെ തലയുടെ അപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കേൾക്കുന്ന ആള് തല കുതിച്ചാണ് ഇരിക്കണമെങ്കിലോ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, അദ്ദേഹത്തിന് നിങ്ങൾ പറയുന്ന കാര്യത്തിൽ യാതൊരു താല്പര്യവും ഇൻട്രസ്റ്റും ഇല്ല. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാ. കാരണം നിങ്ങൾ സംസാരിക്കുന്നത് കുടം വെച്ചിട്ട് കമിച്ചിട്ട് വെള്ളം ഒഴിക്കണ മാതിരിയാണ്. ആ വ്യക്തിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ യാതൊരു താല്പര്യമില്ല. അങ്ങനെ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അവിടെ നമ്മൾ ഇരുന്ന് സംസാരിച്ച് സമയം കളയുന്നൊരു കാര്യമില്ല. അപ്പൊ അയാളുടെ തലയുടെ മൂവ്മെന്റ് നമ്മൾ നോക്കണം. ആ കൺട്രോൾ സിറ്റുവേഷൻസ്, അയാളുടെ ഫേസ് ഡൗൺ ആണെങ്കിൽ അയാൾ ഡിഫീറ്റഡ് ആയ ഒരാളെ പോലെയാണ് ഇരിക്കുക. അപ്പൊ അയാളുടെ ഉള്ളിൽ പേടി ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും ഒരാളുടെ ശരീരഭാഷയിൽ നിന്ന്. പിന്നെ തല ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ക്യൂരിയോസിറ്റി ആണോ ഉള്ളത്, ഇൻട്രസ്റ്റ് ആണുള്ളത്. നിങ്ങളെ സംസാരത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ചില ആളുകൾ ഉണ്ടല്ല തല ചൊറിയും, ഇങ്ങനെ തല ഇങ്ങനെ നടന്നോ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ തല ചൊറിയും, എന്താ ആലോചിച്ചിട്ടൊന്നും കിട്ടണില്ല, എന്തോ പറയാൻ വേണ്ടിയാണ് ആലോചിച്ചു വന്നാണ്. പക്ഷെ എത്ര എന്ത് ചെയ്യും, തല ചൊറിയും. ഈ തല ചൊറിയുന്ന സമയത്ത് എന്താ പറയാ, നമുക്കറിയാം നമ്മൾ എന്തൊക്കെയോ മറന്നിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ബോഡി ലാംഗ്വേജിൽ മനസ്സിലാക്കുക. നിങ്ങൾ ചില ആളുകൾ കണ്ടിട്ടുണ്ടാവോ, നമ്മളെ ആളുകളോട് സംസാരിക്കുമ്പോൾ രണ്ട് കൈയൊക്കെ പുറയിൽ വെച്ചിട്ട് സംസാരിക്കും. നിങ്ങൾ നമ്മുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കയ്യിൽ പണ്ട് കാലത്തൊക്കെ ഒരു ചൂരലുണ്ടാവും. അദ്ദേഹം ആ ചൂരലൊക്കെ കലക്കിക്കൊണ്ട് രണ്ട് കൈ പുറകെ കെട്ടിട്ട് രാജാവിനെ പോലെ നിങ്ങളുടെ സ്കൂളിന്റെ വരാന്തയിലൂടെ ഒക്കെ അദ്ദേഹം നടന്നിട്ടുണ്ടാവും. ഒരു അതോറിറ്റി പോസ്റ്ററിലാണ്. അതിനർത്ഥം നിങ്ങൾ ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ വിളിക്കുമ്പോൾ അദ്ദേഹം രണ്ട് കൈയും ബാക്കിൽ വെച്ചിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആള് ഒരു അതോറിറ്റി പോസ്റ്ററിലാണ് നിൽക്കുന്നത്. ഞാൻ വലിയ സംഭവമാണ്, നീയാണ് എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന ഒരു മൂഡിലായിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ബാക്കിലുള്ള ഹാൻഡ്സ് പുറകിലായിട്ട് സംസാരിക്കുന്നത്, നിങ്ങളുടെ കൈകളുടെ ചലനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രണ്ട് കൈകളും ഒരുപോലെ ഓപ്പൺ പോസ്റ്ററിലായിരിക്കണം എന്നുള്ളതാണ്. ചില ആളുകൾ കാര്യങ്ങളൊക്കെ സംസാരിക്കും, ബിസിനസ് ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, പ്ലാൻ ആയിട്ട് സംസാരിക്കുക. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരുടെ ഇരിപ്പാടുണ്ടാവോ, ഈ ഇരിപ്പാണ്, രണ്ട് കൈയും ഇങ്ങനെ കെട്ടി വെച്ചിട്ടിരിക്കുക. ഇതിനർത്ഥം എന്താ, ഇതൊരു ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജ് ആണ്. നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ നീ പറയുന്നതൊന്നും എനിക്ക് സ്വീകാര്യമല്ല. അതാണ് ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജ്. പക്ഷെ നിങ്ങൾ ആദ്യം തുടക്കത്തില് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ ഇങ്ങനെയാണ് ഇരിക്കണമെങ്കിൽ നിങ്ങൾ സംസാരിച്ച് തുടങ്ങി കുറച്ച് മുന്നോട്ട് പോയി നിങ്ങൾ അദ്ദേഹവുമായിട്ടൊരു ബന്ധമൊക്കെ താമസിച്ച് കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം ഓപ്പൺ ആയി, രണ്ട് കൈകളും റിലീസായി. ദാറ്റ് മീൻസ് നിങ്ങൾ സംസാരിക്കുന്ന കാര്യം അയാളുടെ ഉള്ളിലേക്ക് അപ്പോ കേറുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ക്ലോസ്ഡ് ബോഡി ആംസ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ക്ലോസ്ഡ് ആംസ് ആണെങ്കിൽ അദ്ദേഹം നിങ്ങൾ പറയുന്ന കാര്യം അദ്ദേഹം സ്വീകരിക്കുന്നില്ല. ഓപ്പൺ ആംസിലാണ് ഇയാൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ചില ആളുകൾ ഉണ്ടാവോ, നമ്മുടെ രണ്ട് ഹിപ്പിലും ഇങ്ങനെ ഹാൻഡ്സ് വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അതും അതോറിറ്റി പോസ്റ്റാണ്. ഞാൻ വലിയ സംഭവമാണ്, ഞാൻ വലിയ രാജാവാണ്, നീ ആരാണ് എന്നോട് പറയാൻ എന്നുള്ള മോഡാണ്. അപ്പൊ അത്തരത്തിലുള്ള മോഡിലേക്ക് ഇരിക്കുന്ന സമയത്ത് ആളുകൾ സംസാരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ ചില ആളുകളുണ്ടല്ലേ കൈകളൊക്കെ ഇങ്ങനെ ആകാശത്ത് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയോ ആലോചിച്ച് വറീഡ് ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ കൈകളെ ആകാശത്ത് ചുറ്റിക്കൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യത്തെ കുറിച്ച് വറീഡ് ആണ്, റെസ്റ്റ്ലെസ് ആണ്. അവർക്ക് തന്നെ എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ പറയുന്ന വാക്കുകളൊന്നും വരുന്നില്ല. ഇങ്ങനെ കൈയെ കിട്ടി ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. ചില സ്ത്രീകളൊക്കെ കണ്ടിട്ടുണ്ടാവും, എന്തോ പറയാൻ വരുന്നുണ്ട്, പക്ഷെ അവർ ഉദ്ദേശിക്കുന്ന കാര്യം പുറത്തേക്ക് വരുന്നില്ല. എന്താ അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ പറയണമെന്നുണ്ട്. അപ്പൊ ആ മൂവ്മെന്റ്സുകൾ നമ്മൾ ശ്രദ്ധിക്കുക. അവര് ഫ്രസ്ട്രേറ്റഡ് ആണ്, വറീഡ് ആണ് മനസ്സിലാക്കുക. ലെഗ്സ് എങ്ങനെ വെക്കണം, നമ്മൾ ഇരിക്കുന്ന സമയത്ത് കാലിനൊക്കെ ആലോചിച്ച് വെച്ചിരുന്നാല് നമുക്കൊരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമറുടെ പോയിരുന്നു കഴിഞ്ഞാല് നമുക്ക് എന്ത് മനസ്സിലാക്കാം, നിങ്ങളുടെ സ്വന്തം അമ്മായിപ്പന്റെ മുമ്പിൽ പോയിട്ടാണ് അങ്ങനെ ഇരിക്കേണ്ടത്. ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ മുമ്പിൽ പോയി ഇരിക്കുന്ന സമയത്ത് നമ്മൾ കാലൊക്കെ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കരുത്. കാലിങ്ങനെ ക്രോസ് ചെയ്തിരുന്നാൽ നിങ്ങൾ ക്ലോസ്ഡ് ബോഡി ലാംഗ്വേജിലാണ്. നിങ്ങളുടെ കാലെപ്പോഴും ഓപ്പൺ പോസ്റ്ററിലായിരിക്കേണ്ടത്, തുറന്നു വെച്ചിട്ടുണ്ടാവണം. രണ്ട് കാലും ചേർത്ത് വെച്ച് മനോഹരമായിട്ട് തുറന്നു വെച്ചിട്ട് ഇരിക്കാൻ പഠിക്കണം നമുക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ വളരെ ജെന്റിൽമാൻ ആയിട്ടും ഒരു ഓപ്പൺ പോസ്റ്ററിലാണ് നിങ്ങൾ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ലെഗ്സ് എങ്ങനെ വെക്കണം, ക്ലോസ്ഡ് പോസ്റ്ററിൽ വെക്കുമ്പോൾ നിങ്ങൾ ഡിഫൻസീവ് മൂഡിലാണ്. നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓപ്പോണന്റ് ക്രോസ്ഡ് പോസ്റ്ററിലാണ് ലെഗ്സ് വെച്ചതെങ്കിൽ അയാൾ ഡിഫൻസീവ് മൂഡിലാണ്.
പക്ഷെ അയാൾ ഓപ്പൺ പോസ്റ്റിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ റിസപ്റ്റീവ് മോഡിലാണ് നിങ്ങൾ പറയുന്ന കാര്യം അദ്ദേഹം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കാലിന്റെ എങ്ങനെ വെക്കുന്നു, കൈകൾ എങ്ങനെ ചലനം, തലയുടെ ചലനങ്ങൾ എങ്ങനെയാണ്, ശരീരത്തിന്റെ പല രീതിയിലുള്ള ഭാഷകള്. പിന്നെ ചില ആളുകള് ഇങ്ങനെ എവിടെ തട്ടലുണ്ടാവും, എന്താണ് പീപ്പിൾ ടച്ച് ദെയർ മൗത്ത് ലോട്ട്, ഇങ്ങനെ തട്ടുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ? എപ്പോഴാ തട്ടുക? നിങ്ങൾ പ്ലാനൊക്കെ പറഞ്ഞ് പ്രൊഡക്റ്റ് ഒക്കെ പറഞ്ഞ് ബിസിനസ് ഒക്കെ പറഞ്ഞു വരുമ്പോ ചില ആളുകൾ ഇങ്ങനെ തട്ടും. ചില ആളുകൾ തട്ടുന്നാൽ അവരുടെ അർത്ഥം എന്താ? അവര് ഭയങ്കര നെർവസ് ആണ്, അവര് ഫുള്ളി ട്രൂത്ത്ഫുൾ ആണ്, പക്ഷെ അവർ നെർവസ് ആണ്. അപ്പൊ ഇത്തരത്തില് ആ നെർവസ്നെസ് നമ്മുടെ ശരീരം പുറപ്പെടുവിക്കുന്നതാണ് ടച്ച് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ബോഡി ലാംഗ്വേജുകള് നമ്മള് പഠിക്കണം. ഓരോ പിക്ചറുകളും ചില കാര്യങ്ങൾ കൺവേ ചെയ്യുന്നുണ്ട്. ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന്റെ ആ ശരീരഭാഷ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന്റെ റൂത്ത്ഫുൾനെസ് നമുക്ക് മനസ്സിലാവും. ഒരു ഡിഫൻസീവ് മോഡിൽ ഇരിക്കുന്ന ഒരു മോളുടെ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പല പോസ്റ്ററുകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ പോസ്റ്ററുകളും ഒരു ലവറുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശരീരഭാഷ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലോകത്ത് ശരീരഭാഷ എന്താണെന്ന് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒബ്സർവേഷൻ സ്കില്ല് കൃത്യമായ രീതിയിൽ നമ്മുടെ നിരീക്ഷണ പാഠം കൂട്ടുക എന്നുള്ളതാണ്. ചുറ്റുമുള്ളതിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യാം. ഒരു ബസ് സ്റ്റോപ്പിൽ പോയാൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് എന്ത് പഠിക്കാം? ബോഡി ലാംഗ്വേജ് പഠിക്കാം. അവിടെ പല രീതിയിലുള്ള ആളുകൾ വരും, കാമുകന്മാര് വരും, കാമുകിമാര് വരും, ഒരുപാട് ആളുകൾ വരും. ആ ആളുകള് പെരുമാറ്റത്തിന്റെ രീതി ഒരു ഒബ്സർവ് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും നന്നായിട്ട് ബോഡി ലാംഗ്വേജ് പഠിക്കാം. രണ്ട്, മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളുടെ ശരീരഭാഷ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അയാൾ ആരോടാണ് സംസാരിക്കുന്നത്. വീട്ടിൽ ഭാര്യയോടാണ് സംസാരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ശരീരഭാഷ പ്രത്യേകതയാണ്. ഒരുപക്ഷെ നമ്മുടെ ലവറായിട്ട് സംസാരിക്കുമ്പോ അദ്ദേഹം കൂടുതൽ പൊളൈറ്റും ജെന്റിലും ആയിരിക്കും. അപ്പൊ നമ്മുടെ ശരീരഭാഷ നമുക്ക് ഫോണിലൂടെ ആളുകളുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം ഓപ്പോസിറ്റ് സൈഡില് ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ശരീരഭാഷ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ മേഖലയിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ശരീരഭാഷ വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ന്യൂട്രൽ ആണോ, ആങ്കർ ആണോ, ഡിസ്കസ്റ്റ് ആണോ, ഫിയർ ആണോ, ജോയ് ആണോ, സാഡ്നെസ് ആണോ, സർപ്രൈസ്, നമുക്കൊരു വീഡിയോ നമുക്ക് കാണാൻ പറ്റും. പല രീതിയിൽ നമുക്ക് ശരി, നമ്മൾക്ക് ഏറ്റവും നല്ല നടൻ എന്ന് പറയുന്നത് ജഗദീഷ് ശ്രീകുമാറാണ്. നമ്മുടെ ശരീരഭാഷ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചതും അദ്ദേഹമാണ്. സോ അദ്ദേഹത്തിന്റെ ഒരു ഷോർട്ട് വീഡിയോ നമുക്ക് കാണാൻ പറ്റും. സൗണ്ട് കിട്ടുന്നില്ല. സോറി, ഇത് സൗണ്ട് പ്ലേ ആവുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവും മിസ്റ്റർ ബീൻ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ട്. കമലഹാസന്റെ ഒരു മൂവി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു ഡയലോഗ് പോലും ഇല്ലാത്തൊരു മൂവിയുണ്ട്. ആ മൂവിയുടെ പേര് പുഷ്പക വിമാനാണ്. എൻറ്റയർ ദ മൂവി സൈലൻസ് മൂവി എന്നാണ് പറയാം. ആ മൂവി തുടങ്ങിയത് തൊട്ട് അവസാനം വരെ ഒറ്റ ഡയലോഗും ഇല്ല. ആ മൂവി കണ്ടാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ശരീരഭാഷ കൊണ്ടാണ് ആ മൂവിയിൽ സംസാരിക്കുന്നത്. ചാർലി ചാപ്ലിന്റെ പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലോകത്തിലെ നമ്പർ 1 കൊമേഡിയനായ ചാർലി ചാപ്ലിൻ ആളുകളോട് സംവദിക്കുന്നത് സ്വന്തം ശരീരഭാഷ കൊണ്ടുണ്ട്. വോക്കലായിട്ട് അദ്ദേഹം കാണിക്കുന്നില്ല. മിസ്റ്റർ ബീൻ, എഞ്ചിനീയറായ മിസ്റ്റർ ബീനിന്റെ പല വീഡിയോസും നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. ആ മിസ്റ്റർ ബീൻ ആളുകളുമായി സംസാരിക്കുന്നത്, കൊമേഡിയൻ ആകുന്നത് സ്വന്തം ശരീരഭാഷയുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ശരീരഭാഷയെ മെച്ചപ്പെടുത്താൻ നിങ്ങൾ ബോധപൂർവമായി ശ്രമിക്കണം. ഒരു നല്ല സക്സസ്ഫുൾ കമ്മ്യൂണിക്കേറ്റർ ആവാൻ നിങ്ങളുടെ ശരീരഭാഷ, നിങ്ങൾ ബോഡി ലാംഗ്വേജ് മനസ്സിലാക്കേണ്ടത്. ഇനി എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ സ്കില്ലിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക? കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന്, ലിസണിങ്. നമുക്കറിയാം, നമുക്ക് 2 ചെവിയും ഒരു വായും തന്നിട്ടുണ്ട്. നിങ്ങളൊരു നല്ല ഗുഡ് ലീഡർ ആണെങ്കിൽ നിങ്ങളുടെ ലിസണിങ് സ്കില്ലുകളായിരിക്കണം കൂടുതലാവേണ്ടത്. കേൾക്കാനുള്ള കഴിവ് കൂടുതൽ ശ്രമിക്കണം, കുറച്ച് സംസാരിക്കണം എന്നുള്ളതാണ് 2 ചെവിയും ഒരു വായും തന്നതിന്റെ ഉദ്ദേശം. പക്ഷെ പല ആളുകളും നേരെ തിരിച്ചാണ്. എന്താണ്? അരമണിക്കൂർ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കും, അരമണിക്കൂർ പ്ലാനിനെ കുറിച്ച് സംസാരിക്കും, അരമണിക്കൂർ കമ്പനിനെ കുറിച്ച് സംസാരിക്കും. ഇതെല്ലാം സംസാരിച്ചു വരുമ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. ആളുകളെ എന്താ പറയുക, സംസാരിച്ച് വേർപ്പിക്കരുത്. അപ്പോ
നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലിസണിങ് സ്കിൽസ് ആണ്. രണ്ടാമത്തത് സ്പീക്കിംഗ് സ്കിൽസ്. അത് നമ്മൾ സംസാരിച്ച് തന്നെ വരണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നീന്തൽ പഠിക്കാൻ ഏറ്റവും നല്ല മാർഗം വെള്ളത്തിൽ ചാടുകയാണ്. നല്ല കമ്മ്യൂണിക്കേറ്റർ ആവാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങൾക്ക് കിട്ടുന്ന വേദികളിലെല്ലാം ചാടിക്കേറി സംസാരിക്കുക. ഓരോ വേദികളിൽ ഞാൻ പറഞ്ഞാണ് പല ലീഡേഴ്സുകളും ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് മാറിയത്. ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് ആളുകളോട് സംസാരിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല, വളരെ റിസർവ്ഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. പക്ഷെ ഇൻഡസ്ട്രിയിൽ വരികയും ആദ്യം 1-to-1 കൊടുക്കാൻ പഠിച്ചു. പല പ്രോഗ്രാമുകളിൽ 1-to-1 കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ ഗ്രൂപ്പ് മീറ്റിംഗ്സ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ കുറച്ച് പേരെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടി. പിന്നെ വലിയ മാസുകളിൽ പ്രോഗ്രാം ചെയ്യാൻ പഠിച്ചു. അപ്പൊ വലിയ കോൺഫിഡൻസ് കിട്ടി. ഇന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിങ്ങളോട് സംസാരിക്കുന്നു, അതിന്റെ കോൺഫിഡൻസ് കിട്ടി. അപ്പൊ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റഫ് വേണം, കണ്ടന്റ് വേണം. ഞാൻ നിങ്ങളോട് ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ആധികാരികമായിട്ട് ഇത്രയും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ നോളജ് അപ്ഡേഷൻ, നല്ല കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റീഡിങ് വേണം. 4 ഒബ്സർവേഷൻ. നിങ്ങളെ സംബന്ധിച്ചോളം നല്ല ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ഒബ്സർവേഷനോടുകൂടി മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതായത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ആളുകളെ ഒബ്സർവ് ചെയ്യണം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ റിസീവ് ചെയ്യുന്നുണ്ടോ? അവർ ബോറാണ്. സൂം പ്ലാറ്റ്ഫോമിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള പരിമിതികളുണ്ട്. പക്ഷെ നമ്മുടെ ഫിസിക്കൽ മീറ്റിങ്ങുകളിൽ നമ്മൾക്ക് അറിയാൻ പറ്റും നമ്മുടെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് നമ്മളെ റിസീവ് ചെയ്യുന്നുണ്ടോ, അവർക്ക് ബോറി എടുക്കുന്നുണ്ടോ, അവർക്ക് ഉറക്കം വരുന്നുണ്ടോ. അവരുടെ ശരീരഭാഷ നമ്മളെ പല കാര്യങ്ങളും റിവീൽ ചെയ്യും. അപ്പൊ ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് മാറാൻ പറ്റും. ഇനി കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങളൊരു സക്സസ്ഫുൾ ലീഡർ ആയിട്ട് മാറുമ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ആദ്യം കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുമ്പോൾ ഒന്ന്, ഞാൻ എന്താണ് സംസാരിക്കേണ്ടത്, കണ്ടന്റ് എന്താണ്. 2, എപ്പോ സംസാരിക്കണം, എവിടെ സംസാരിക്കണം. നമ്മൾ എപ്പോ സംസാരിക്കണം, എവിടെ സംസാരിക്കണം, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. 3, ആരോടാണ് ഞാൻ സംസാരിക്കേണ്ടത്, whom to communicate. ആരാണ് സംസാരിക്കേണ്ടത്, ആരോടാണ് സംസാരിക്കേണ്ടത്, എന്താണ് ഞാൻ സംസാരിക്കേണ്ടത്, വൈ ആൻഡ് ഹൗ, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ആര്, ആരോട്, എപ്പോൾ, എവിടെ വെച്ച്, എന്ത്, എങ്ങനെ സംസാരിക്കണം നമ്മൾ അറിഞ്ഞിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. ഒരിക്കൽ കൂടി പറയാം, ആര്, ആരോട്, എപ്പോൾ, എവിടെ വെച്ച്, എന്ത്, എങ്ങനെ സംസാരിക്കണമെന്ന് അറിയുമ്പോഴാണ് ഒരു കമ്മ്യൂണിക്കേഷൻ മോസ്റ്റ് എഫക്റ്റീവ് ആവുക. ഇതിനെ പറയുന്നത് 5 husband and 1 wife in communication ആണ്. 5 wives and 1 husband in communication. Who to speak, whom to speak, where to speak, what to speak, why to speak and how to speak. അപ്പൊ നിങ്ങളുടെ സംസാരം കൂടുതൽ എഫക്റ്റീവ് ആക്കി മാറ്റണം. ഇനിയാണ് നമ്മൾ ബിസിനസ്സുമായി കണക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ടീമിനെ ക്രിയേറ്റ് ചെയ്യുമ്പോ ആ ടീമിന്റെ ക്രിയേറ്റ് ചെയ്യുന്ന മോഡൽ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ടീമിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഒന്ന്, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ അപ്ലൈൻ. നിങ്ങളുടെ അപ്ലൈനുമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ അപ്ലൈൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ലൈനാണ്. നിങ്ങളുടെ അപ്ലൈൻ ഒരിക്കലും നിങ്ങൾ താഴ്ത്തിക്കെട്ടരുത്. നിങ്ങളുടെ അപ്ലൈൻ ഒരിക്കലും കുറച്ച് കാണിക്കരുത്. നിങ്ങളുടെ അപ്ലൈൻ എപ്പോഴും എഡിഫൈ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ സംസാരിക്കാവൂ. നിങ്ങളുടെ പ്രോസ്പെക്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ മുമ്പില്, ടീം മെമ്പേഴ്സിന്റെ മുമ്പില് നിങ്ങളുടെ അപ്ലൈനെ എപ്പോഴും എഡിഫൈ ചെയ്ത് വേണം നിങ്ങൾ സംസാരിക്കാൻ. മാറി നിന്നിട്ട് ഒരിക്കലും അപ്ലൈന്റെ കുറ്റം പറയരുത്. ഓരോ അപ്ലൈൻസിനും അവരുടേതായ പ്ലസ് പോയിന്റ്സ് ഉണ്ടാവും. ഓരോ അപ്ലൈൻസിന്റെയും പ്ലസ് പോയിന്റ്സ് ആണ് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടത്. അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാനുണ്ടെന്ന്. ഓരോ വ്യക്തിയും അവരുടേതായ ക്വാളിറ്റീസ് ഉണ്ടാവും. ആ ക്വാളിറ്റീസ് ആണ് ടീമിന് വേണ്ടി അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കബീർദാസിന്റെ സൂത്രാസ് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. കബീർദാസിന്റെ സൂത്രാസില് വളരെ പ്രധാനപ്പെട്ട ഒരു സൂത്രാസ് ഉണ്ട്. ഇഫ് ഗുരു ആൻഡ് ഈശ്വർ ദോനോ മേരെ സാത്ത് മേ ആയ തോ കിസ്കോ മേ സലാം പ്രണാം കരുക. ഹിന്ദിയിൽ അങ്ങനെ പറയാം. അതായത് ഈശ്വരനും ഗുരുവും എന്റെ മുമ്പിൽ ഒരുമിച്ച് വന്നാൽ ഞാൻ ആദ്യമായിട്ട് ആരെയാണ് പ്രണമിക്കുക? ഇതാണ് അദ്ദേഹം പറയുന്ന ചോദ്യം. അപ്പൊ അദ്ദേഹം പറയുന്നു, ഞാൻ ഈശ്വരനെ അല്ല പ്രണമിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ, വന്ദിക്കുക.
ഞാൻ എന്റെ ഗുരുവിനെയാണ് വന്ദിക്കുക. കാരണം ഈശ്വരൻ എന്താണെന്ന് എനിക്ക് കാണിച്ചു തന്നത് എന്റെ ഗുരുവാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ബയോട്ടോറിയം ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾ വരാനുള്ള നിമിത്തമായ വ്യക്തികൾ നിങ്ങളുടെ അപ്ലൈൻസ് ആണ്. ആ അപ്ലൈൻസിനെ നിങ്ങൾ മനസ്സുകൊണ്ട് എന്നും പൂജിക്കണം. നിങ്ങളുടെ ഈശ്വരന്മാരുടെ സ്ഥാനമാണ് നിങ്ങളുടെ അപ്ലൈൻസിന്റെ സ്ഥാനം. സാഗർ ജോഷി സാറിനെ നമ്മൾ മനസ്സിൽ പൂജിക്കുന്നത് പോലെ നിങ്ങളുടെ അപ്ലൈൻസിനെയും പൂജിക്കണം. അവരുടെ നല്ല ഗുണങ്ങൾ എന്നും ആളുകളോട് ഷെയർ ചെയ്യുക. നിങ്ങൾ ടീമിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ അപ്ലൈനെ ഒരിക്കലും താഴ്ത്തിക്കെട്ട് നിങ്ങൾ ഒരിക്കലും സംസാരിക്കരുത്. നിങ്ങളുടെ അപ്ലൈനെ എന്നും എന്താ പറയാ, അപ്ലൈനെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് അപ്ലൈൻ കമ്മ്യൂണിക്കേഷൻ അപ്ലൈൻ എന്നും എഡിറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ എന്നുള്ളതാണ്. 2, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ഡൗൺ ലൈൻസ്. നിങ്ങളുടെ അസോസിയേറ്റ്സ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം? നമ്മൾ ഒരിക്കലും ലൂസ് ടോക്കിങ് പാടില്ല. ലൂസ് ടോക്കിംഗ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ക്രിക്കറ്റിൽ ലൂസ് ബോളുകൾ എറിയാറുണ്ട്. നിങ്ങൾ ലൂസ് ബോളുകൾ എറിഞ്ഞാൽ ഒപ്പോണന്റ് നിങ്ങളെ സിക്സർ അടിക്കും. നിങ്ങളുടെ സീരിയസ്നെസ് ആണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഈ ബിസിനസ്സിൽ സീരിയസ് ആയിട്ടിരിക്കുക, ഒരിക്കലും ലൂസ് ബോളിംഗ് അല്ല. നിങ്ങൾ ഈ ബിസിനസ്സിൽ ഒരു വലിയ ടീം ലീഡർ ആയിട്ട് മാറുമ്പോൾ നിങ്ങളുടെ അസോസിയേറ്റ്സിനോടും ഡൗൺ ലൈൻസിനോടും ഒക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കണം. ഡൗൺ ലൈൻസിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ടീം മെമ്പേഴ്സിനെ എനർജൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. നിങ്ങൾ എനർജൈസ് ചെയ്തുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങൾ ഒരിക്കലും എപ്പോഴും നിങ്ങളുടെ ടീം മെമ്പേഴ്സുമായിട്ട് സംസാരിക്കേണ്ടത്. നെവർ എവർ പാസ് എനി നെഗറ്റീവ്സ് ടു യുവർ അസോസിയേറ്റ്സ് ഓർ ഡൗൺ ലൈൻസ്. എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അസോസിയേറ്റ്സുമായിട്ട് ചർച്ച ചെയ്യരുത്. കാരണം നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവും. നിങ്ങൾ 2 കാര്യങ്ങൾ അവിടെ സിസ്റ്റത്തിന് വെളിയിൽ ചെയ്തു. ഒന്ന്, നിങ്ങളുടെ അസോസിയേറ്റ് നെഗറ്റീവായിട്ട് സംസാരിച്ചാൽ ആ നെഗറ്റിവിറ്റി അദ്ദേഹത്തിന്റെ ടീമിലേക്ക്, നമ്മുടെ ടീമിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. 2, അവന്റെ താഴെയുള്ള ആളുകളോട് ഈ നെഗറ്റീവ് കാര്യം ചർച്ച ചെയ്യണമെന്ന് നമ്മൾ അവനെ പഠിപ്പിച്ചു. ഡ്യൂപ്ലിക്കേഷൻ തെറ്റി. അപ്പോ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. ബിസിനസ്സിൽ പല രീതിയിലുള്ള ചാലഞ്ചസ് ഉണ്ടാവും, ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടാവും. പേയ്മെന്റ് വന്നില്ല, കാരണം ഒരുപാട് ആളുകൾക്ക് ഒരേപോലെ ടെക്നോളജി ഉപയോഗിച്ച് പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ടെക്നിക്കൽ എറർ കൊണ്ട്, സർവറിന്റെ എറർ കൊണ്ട് ചിലപ്പോൾ പേയ്മെന്റ്സിൽ ബൗൺസ് ആവാം, സാധ്യതയുണ്ട്. അതിന് അയ്യോ എനിക്ക് പേയ്മെന്റ് വന്നിട്ടില്ല, ഇനി കമ്പനി കൂട്ടിപ്പോയോ ആവും, അറിയാൻ വരാം. കുറെ കാര്യം ഈ കമ്പനി പറയുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. ഇത്തരത്തിലുള്ള കാര്യം നമ്മുടെ ഡൗൺലോഡിനോട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അവന്റെ കോൺഫിഡൻസ് പോകും. അപ്പോ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ ചലഞ്ചസിനെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ യു ക്യാൻ ഡിസ്കസ് വിത്ത് യുവർ സപ്പോർട്ടിങ് അപ്ലൈൻ. ആ അപ്ലൈനോട് മാത്രമേ നിങ്ങൾക്ക് നെഗറ്റീവ് കാര്യങ്ങൾ ഈ ബിസിനസ്സിൽ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. നെവർ എവർ കമ്മ്യൂണിക്കേറ്റ് എനി നെഗറ്റീവ്സ് യുവർ അസോസിയേറ്റ്സ് ഓർ ഡൗൺ ലൈൻസ്. ചില ആളുകൾ ഭയങ്കര രസമാണ്. അവര് സ്വന്തം ടീമിലല്ല നെഗറ്റീവ് പറയാം, വല്ലവന്റെ ടീമിൽ കയറി നെഗറ്റീവ് പറയും. അതിനാണ് ക്രോസ് ലൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് 2 ടീമിലെല്ലാം പൊളിച്ച് ഒരു അവന്റെ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് സ്വന്തം ടീമിനെ ഒരു പാകത്തിലാക്കിയിട്ടുണ്ട്. നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ആ ടീമിന്റെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടുണ്ട്. പക്ഷെ നിർത്തൂല, കാരണം ഈ ആവേശം എവിടെയെങ്കിലും കൊണ്ട് തീർക്കണ്ടേ. അതുകൊണ്ട് നമ്മുടെ ടീമിലല്ല, വേറെ ഏതെങ്കിലും ടീമിലുള്ള ലീഡേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഒക്കെ വിളിച്ചുകൊണ്ട് ഈ നെഗറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ സ്ഥലമാണ്. നെഗറ്റീവ് പറയുന്ന ആരെങ്കിലും നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവനെ കണ്ടാ കുറിച്ചോളാം എന്ന് പറയാം. അതുകൊണ്ട് നെവർ എവർ കമ്മ്യൂണിക്കേറ്റ്. നിങ്ങളുടെ അസോസിയേറ്റ് സംസാരിക്കുമ്പോൾ എപ്പോഴും ചാർജ് ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പർപ്പസ്. ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനായിട്ട് സംസാരിക്കുക. നിങ്ങളുടെ അപ്ലൈനെ എഡിഫൈ ചെയ്തുകൊണ്ട് എപ്പോഴും സംസാരിക്കുക. ഒരു നെഗറ്റീവ്സും നിങ്ങളുടെ താഴേക്കുള്ള ആളുകളോട് സംസാരിക്കരുത്. നിങ്ങളുടെ നെഗറ്റീവ്സ് നിങ്ങളുടെ അപ്ലൈനോട് ഡിസ്കസ് ചെയ്യാം. പിന്നെ ലൂസ് ടോക്കിംഗ് ഒഴിവാക്കുക. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പുറത്തുനിന്നിരിക്കുന്ന ഓരോരുത്തരെയും മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഇതാണ് നമ്മുടെ ഡൗൺലൈൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ടീമിനെ ചലിപ്പിക്കുന്നതും പിന്നെ മാനേജ് ചെയ്യുന്നതിനും എനർജൈസ് ചെയ്യുമ്പോഴോ നമ്മുടെ ടീം കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ടീം മെമ്പേഴ്സിനെ എ ടീം, ബി ടീം, സി ടീം എന്ന രീതിയിൽ തിരിക്കണം. ആരാണ് എ ടീം മെമ്പേഴ്സ്? നിങ്ങളുടെ മോസ്റ്റ് ആക്റ്റീവ് മെമ്പേഴ്സിനെയൊക്കെ എ ടീം മെമ്പേഴ്സ് എന്ന് പറയാം. അപ്പൊ എ ടീം മെമ്പേഴ്സിനെ നമ്മൾ നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഡെയിലി കോണ്ടാക്ട് ചെയ്യണം. അവർ കൃത്യമായ രീതിയിൽ ഫീൽഡിൽ പോകുന്നുണ്ടോ, കൃത്യമായ രീതിയിൽ അവർക്ക് പ്രോസ്പെക്ടിങ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കൃത്യമായ അവരുടെ പ്ലാനിങ്ങിനനുസരിച്ചിട്ടുള്ള വീക്ക്ലി ഡെയിലി പ്ലാനിങ്ങിനനുസരിച്ചിട്ടുള്ള വർക്ക് എക്സിക്യൂഷൻ നടക്കുന്നുണ്ടോ, അവർക്ക് കൃത്യമായ രീതിയിലുള്ള റിസൾട്ടുകളിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നുണ്ടോ, അവരുടെ കോൺഫിഡൻസ് ലെവല് കൃത്യമായ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ എ ടീം മെമ്പേഴ്സിനെ
നിങ്ങളുടെ ഡെയിലി കോണ്ടാക്ട് ചെയ്യുക. സിസ്റ്റം പഠിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ബി ടീം മെമ്പേഴ്സിനെ വീക്കിലി 2 തവണയെങ്കിലും നിങ്ങൾ വിളിച്ചിരിക്കുക. നിങ്ങളുടെ സി ടീം മെമ്പേഴ്സിനെ നിങ്ങൾ വീക്കിൽ ഒരിക്കലെങ്കിലും വിളിച്ചാൽ നിങ്ങളുടെ ടീം ലൈവ് ആയിട്ട് നിൽക്കും. സോ ടീം മെയിൻ്റെനൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ ടീമിനെ എ ടീം, ബി ടീം, സി ടീം ആയിട്ട് തിരിക്കുക എന്നുള്ളതാണ്. എ ടീം, ബി ടീം, സി ടീം ആയിട്ട് തിരിക്കുക. അപ്പൊ എ ടീമിന് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏത് രീതിയിലും ബ്രോഡ്കാസ്റ്റ് ഉപയോഗിക്കാം. ഏത് രീതിയിലും നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ടീമുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആ കമ്മ്യൂണിക്കേഷൻ ടീമിനെ എനർജൈസ്ഡ് ആക്കി നിലനിർത്തുന്നതിന് വളരെയധികം എന്താ പറയാ, വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്നാണ് നമുക്ക് പറയാനുള്ളത്. സോ എ ടീം, ബി ടീം, സി ടീം. ഇനി നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്? നമ്മളൊരു ഫുൾ ടൈമർ ആവാം, പാർട്ട് ടൈമർ ആവാം, ഫുൾ ടൈമർ ആവാം, ഒരു ലൈഫ് ടൈമർ ആവാം. നമ്മൾ ഏത് മോഡിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. ഒരു പാർട്ട് ടൈമർ ആയിട്ടാണ് നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നത്. ഈ ബിസിനസ് ചെയ്യാൻ വളരെ നിലവിലുള്ള ജോലിയോ ബിസിനസ്സോ അല്ലെങ്കിൽ നിലവിലുള്ള പ്രൊഫഷനോ ഒന്നും മാറ്റി വെക്കേണ്ട കാര്യമില്ല. അതിനോടൊപ്പം തുടക്കക്കാരനെ സംബന്ധിച്ച് ആ ജോലിയോടൊപ്പം പാർട്ട് ടൈം ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാം. നിങ്ങൾ വെറുതെ കളയുന്ന സമയം, പാഴാക്കി കളയുന്ന സമയം, നിങ്ങളുടെ ഹോളിഡേയ്സും മറ്റുള്ള സമയങ്ങളും ഒക്കെ എടുത്ത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ്സിന് വേണ്ട സ്കില്ലും കാര്യങ്ങളും നോളജുകളും അവയർനെസ്സും ഒക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് നിങ്ങൾക്ക് തുടക്കക്കാരന് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. ഒരു പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 4 മണിക്കൂറെങ്കിലും അദ്ദേഹം ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഫീൽഡിൽ പ്രവർത്തിച്ചിരിക്കണം. 4 മണിക്കൂർ പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആളുകളുമായിട്ട് 1-to-1 പ്രസന്റേഷൻ ചെയ്യാം, ആളുകളെ ഫോളോ അപ്പ് ചെയ്യാം, ആളുകളുടെ സെയിൽസ് ക്ലോസ് ചെയ്യാം, അതുപോലെ തന്നെ ഹോം മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം. ഇത്തരത്തിലുള്ള നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മിനിമം 2 ക്ലോസിങ്സ് എങ്കിലും ഒരു ദിവസം നമ്മൾ ഒരു പാർട്ട് ടൈമർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയാൽ അദ്ദേഹത്തിന് ഒരു വരുമാനം ഒരു ദിവസം കിട്ടും. 2 ക്ലോസിങ് ചെയ്താൽ നമുക്കറിയാം ഒരു ഫാമിലി ബോണസ് വരും, ഒരു അവയർനെസ് ബോണസ് വരും, നമുക്ക് ഒരു പക്ഷേ ബൂസ്റ്റർ ബോണസുകളും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഒരു പാർട്ട് ടൈമർ മിനിമം 4 മണിക്കൂർ ഒരു ദിവസം പ്രവർത്തിക്കാൻ തയ്യാറാവും. മിനിമം 2 ബിസിനസ് ക്ലോസ് ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം അയാളുടെ ഉള്ളിൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യണം. ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാവും. ഒരു സക്സസ്ഫുൾ ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു പാർട്ട് ടൈം ആണെങ്കിൽ മിനിമം 4 hours ഡെയിലി 2 ക്ലോസിംഗ്, 1 അവയർനെസ് ബോണസ്, 2 ഫാമിലി ഡയറക്റ്റ് ബൂസ്റ്റർ ബോണസ്, 1 ഫാമിലി ബോണസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. 2, നിങ്ങളൊരു ഫുൾ ടൈമർ ആണെങ്കിൽ ഏത് പ്രൊഫഷനും ഒരാൾ ഫുൾ ടൈമർ ആയിട്ട് പണിയെടുക്കുമ്പോൾ മിനിമം 8 hours എങ്കിലും ആ മേഖലയിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഈ മേഖല മിനിമം 5 വർഷം നമുക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കേണ്ട ഒരു മേഖലയാണ്. ഏത് മേഖലയിലും 20,000 മണിക്കൂർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ മേഖലയിൽ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ട് ഏത് മേഖലയിലാണോ നിങ്ങൾ 20,000 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ മേഖലയിൽ നിങ്ങൾ ഒരു സൂപ്പർ എക്സ്പേർട്ട് ആയിട്ട് മാറണം. അപ്പോ നിങ്ങൾ ഒരു ഫുൾ ടൈമർ ആണെങ്കിൽ മിനിമം 8 hours ഒരു ദിവസം നിങ്ങൾ ഈ മേഖലയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. മിനിമം 4 ക്ലോസിങ്സ്, അത് ഹോം മീറ്റിംഗിലൂടെ ആവാം, അല്ലെങ്കിൽ 1-to-1 സ്ട്രെച്ചിലൂടെ ആയിരിക്കാം. 4 ക്ലോസിങ്സ് നമ്മൾ മിനിമം കഴിയാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വരണം. 4 ക്ലോസിങ്സ് ഉണ്ടായാൽ രാവിലത്തെ സൈക്കിളിലും നമുക്ക് ഒരു പക്ഷെ അവയർനെസ് ബോണസും ഒരു ഫാമിലി ബോണസും എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 2ാമത്തെ സൈക്കിളിലും ഒരു അവയർനെസ് ബോണസും അതുപോലെ തന്നെ സൂപ്പർ ഫാമിലി ബോണസും എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷെ തുടക്കക്കാരനാണെങ്കിൽ ബിഗിനർ ബൂസ്റ്റർ ബോണസുകളും അദ്ദേഹത്തിന് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഫാസ്റ്റ് ലെവൽ സംബന്ധിച്ചിടത്തോളം കമ്പനി കൊടുക്കുന്ന ആ സിസ്റ്റത്തിന്റെ ഭാഗമായി നമ്മുടെ വർക്കിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം. മിനിമം 8 hours, 4 ക്ലോസിംഗ്സ്, 1 അവയർനെസ് ബോണസ്, 2 അവയർനെസ് ബോണസ്, അതുപോലെ 2 ഫാമിലി ബോണസ് ഇൻ ഈച്ച് സൈക്കിൾ, പ്ലസ് അതോടൊപ്പം തന്നെ ബിഗിനേഴ്സ് ബൂസ്റ്റർ ബോണസ്. ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു എന്താ പറയാ ഒരു ഫുൾ ടൈമറെ സംബന്ധിച്ചത്. പിന്നെ നിങ്ങളൊരു വലിയ അച്ചീവ്മെന്റ് ഈ മേഖലയിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ സക്സസ് ഓൺലി കംസ് വിത്ത് 1 പ്രൊഫഷൻ. ഈ പ്രൊഫഷനെ നെഞ്ചോടെ ഏറ്റെടുത്ത് അതിനെ സ്നേഹിച്ചുകൊണ്ട് ഒരു ലൈഫ് ടൈമർ ആയിട്ട് മാറുക. നിങ്ങൾ ഒരു ലൈഫ് ടൈമർ ആയിട്ട് മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ ഈ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുകയാണ്. അങ്ങനെ സമർപ്പിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റും. ഒരു ലൈഫ് ടൈമർ മോർ ദാൻ 8 hours ഇൻഡസ്ട്രിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നുള്ളതാണ്. സോ നിങ്ങൾ സക്സസ്ഫുൾ ലീഡർ ആണ്, വലിയ അച്ചീവർ ആയിട്ട് മാറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഈ മേഖലയിൽ ഒരു ലൈഫ് ടൈമർ ആയിട്ട് മാറുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു ലൈഫ് ടൈമർ 8 മണിക്കൂർ മുന്നേ കൂടുതൽ നമ്മൾ സംസാരിക്കണം.
ഇനി നമുക്ക് പുതുതായിട്ട് നമുക്ക് വന്നിട്ടുള്ള പുതിയ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് വാല്യൂ ആഡഡ് പാക്കേജസ് നമ്മൾ വന്നിട്ടുണ്ട്. ഈ വാല്യൂ ആഡഡ് പാക്കേജസിൽ 50 BB ക്ലോസിംഗ് നമ്മൾ നടത്തുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ബൂസ്റ്റർ ബോണസ് കിട്ടും, സൂപ്പർ അവയർനെസ് ബോണസ് കിട്ടും, സൂപ്പർ ഫാമിലി ബോണസ് കിട്ടും. ഒരു 50 BBയുടെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ ആദ്യമായിട്ട് ഒരു 50 BBയുടെ പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ബൂസ്റ്റർ ബോണസ് 2020 രൂപ കിട്ടും. വീണ്ടും ഒരു 50 BBയുടെ പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുമ്പോൾ രണ്ടാമത്തെ സെയിലിനും 2020 കിട്ടും. രണ്ടും കൂടി മാച്ച് ചെയ്യുന്ന സമയത്ത് 1 BBക്ക് 8 രൂപ 80 പൈസ വെച്ച് മാച്ചിങ് ബോണസ് 440 രൂപ നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഓട്ടോ ബോണസ് ആയിട്ടുള്ള ഒരേ ജോലിക്ക് തന്നെ കിട്ടുന്ന ഓട്ടോമാറ്റിക് ഇൻകം ആയിട്ടുള്ള മറ്റ് കമ്പനിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫാമിലി ബോണസ് നമുക്ക് 50 BB മാച്ച് ചെയ്യുമ്പോൾ 2970 രൂപ കിട്ടും. അങ്ങനെ 7450 രൂപയാണ് നമ്മൾ 50 BBയുടെ 2 ക്ലോസിംഗ് ഒരു ദിവസം ചെയ്താൽ ഒരു പാർട്ട് ടൈമറെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഈ ബയോട്ടോറിയത്തിൽ ഉണ്ടാക്കാൻ പറ്റുക. ഇതിനു വേണ്ടിയുള്ള സ്കില്ല് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ബിസിനസ് നമുക്ക് ഏറ്റെടുത്ത് ചെയ്താൽ നമുക്ക് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. 102 BBയുടെ ക്ലോസിംഗ്സ് നമ്മൾ ചെയ്താൽ ഒരു 100 BBയുടെ 2 ക്ലോസിംഗ് നമ്മൾ ചെയ്യുമ്പോൾ 4040 രൂപ ഡയറക്റ്റ് ബൂസ്റ്റർ ബോണസ് വരും. വീണ്ടും 4040 രൂപ ഡയറക്റ്റ് ബൂസ്റ്റർ വേണം. 100 BB മാച്ച് ചെയ്യുമ്പോൾ 880 രൂപ സൂപ്പർ അവയർനെസ് ബോണസ് വരും. 100 BB മാച്ച് ചെയ്യുമ്പോൾ 5940 രൂപ സൂപ്പർ ഫാമിലി ബോണസ് വരും. എല്ലാം കൂടി ചേർന്നിട്ട് ഒരു 14,900 രൂപ 100 BB വിൽക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പൊ നമുക്കിവിടെ നമ്മൾ പഠിക്കേണ്ടത് ഓരോ പാർട്ട് ടൈമർ ആവാം, ഒരു ഫുൾ ടൈമർ ആവാം, ഒരു ലൈഫ് ടൈമർ ആവാം, മിനിമം 2 ക്ലോസിംഗ്സ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കില്ലുകളെ മെച്ചപ്പെടുത്തി എൻഹാൻസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാൻ. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു നല്ല പ്രസന്റർ ആയിട്ട് മാറുക എന്നുള്ളതാണ്. ഈ ഡയറക്ട് സെല്ലിംഗിൽ ആദ്യം വരുമ്പോൾ ഒരു ശിശുവാണ്. ആ വരുന്ന പല സക്സസ്ഫുൾ ലീഡേഴ്സും ആരും നേരത്തെ അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോൾ തന്നെ നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തി ആയിരുന്നില്ല. അവരാദ്യം വന്ന് ആളുകളുമായിട്ട് സംസാരിക്കാൻ പഠിച്ചു. വർഷോ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു, ആളുകൾ നന്നായി സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു. നമ്മുടെ സ്കില്ലുകളെ നമ്മൾ എന്നും കൂടുതൽ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കണം. സ്കില്ലിനെ പരിപോഷിപ്പിക്കണം. ആദ്യം നമ്മൾ പഠിക്കുക നല്ല 1-to-1 പ്രസന്റർ ആവുക എന്നുള്ളതാണ്. നേരിട്ട് വ്യക്തിയുമായി ഈ ബിസിനസ്സോ പ്രൊഡക്റ്റോ നന്നായി സംസാരിക്കുന്നതിൽ എക്സ്പേർട്ട് ആവുക. ഫസ്റ്റ് നമ്മൾ നല്ല പ്രസന്റർ ആവാൻ വേണ്ടത് നല്ല 1-to-1 പ്രസന്റർ ആയിട്ട് മാറുക എന്നുള്ളതാണ്. 2, ഒരു ഹൗസ് മീറ്റിംഗില് അല്ലെങ്കിൽ ചെറിയൊരു ടീമിന്റെ മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ഹോം മീറ്റിങ്ങുകളിൽ ഒക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ചെറിയ ക്രൗഡിനെ ഫേസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് മീറ്റിംഗിൽ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് നമുക്ക് കിട്ടും. 1-to-1 സംസാരിക്കാൻ നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടിയ ഒരു വ്യക്തിക്ക് ഒരു ഹൗസ് മീറ്റിംഗ് കൈകാര്യം ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടില്ല. അപ്പൊ ആളുകളെ ഫേസ് ചെയ്യാനുള്ള അയാളുടെ അടുത്ത ലെവൽ ഓഫ് അയാളുടെ പ്രസന്റേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് അയാൾ ഒരു ഹൗസ് മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യുമ്പോഴാണ്. 1-to-1 സ്ട്രെച്ച് മാത്രമാണ് നിങ്ങൾ പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 8-10 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് ആയ ആളുകളിലേക്ക് മാത്രമേ ഈ ബിസിനസ്സോ പ്രൊഡക്റ്റോ എത്തിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ലിവറേജ് കിട്ടണമെങ്കിൽ, നിങ്ങളുടെ കൂടുതൽ വരുമാനം നിങ്ങൾ പ്രതീക്ഷിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രോസ്പെക്റ്റിംഗും കൂടണം, നിങ്ങളുടെ ടീമിന്റെ പ്രോസ്പെക്റ്റിംഗും കൂടണം. നിങ്ങളുടെ വ്യക്തിപരമായ നിങ്ങളുടെ പ്രോസ്പെക്റ്റിംഗിന്റെയും നിങ്ങളുടെ ടീമിന്റെ പ്രോസ്പെക്റ്റിംഗിന്റെയും അനുപാതികമായിട്ടാണ് നിങ്ങളുടെ ടീമിന്റെ ക്ലോസിംഗ് ഉണ്ടാവുന്നത്. അപ്പം കൂടുതൽ സെയിൽസ് വേണമെങ്കിൽ, കൂടുതൽ പ്രോഫിറ്റ് വേണമെങ്കിൽ, കൂടുതൽ ടേൺ ഓവർ വേണമെങ്കിൽ കൂടുതൽ പ്രോസ്പെക്റ്റിംഗ് നടക്കണം. കൂടുതൽ പ്രോസ്പെക്ട് ചെയ്യാൻ ഏറ്റവും നല്ല ലിവറേജ് കിട്ടുന്ന സ്ഥലമാണ് ഹൗസ് മീറ്റിംഗ്, ചെറിയ ടീം മീറ്റിംഗ്. അത്തരത്തിലുള്ള മീറ്റിങ്ങുകളെ ഫേസ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആളുകളെയും ഗ്യാതറിങ്സിനെയും ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഘട്ടമായിട്ട് നമുക്ക് വരും. ഓരോ തവണ നമ്മൾ അത്തരത്തിൽ സംസാരിക്കുന്നതനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ സ്വഭാവകമ്പം മാറും. ഒരു ചെറിയ ഗ്രൂപ്പിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് വരും. ഇപ്പൊ അതിൽ നമ്മൾ സ്കിൽ എക്സ്പെർട്ട് ആയി കഴിയുമ്പോൾ കുറച്ചും കൂടി വലിയ എന്താ പറയുക മീറ്റിംഗ്സും ഓഡിയൻസിനെയും മെഗാ മാസ് പ്രസന്റേഷൻസും ഒക്കെ ചെയ്യാനുള്ള കോൺഫിഡൻസ് വരും. ഇങ്ങനെയാണ് ഘട്ടമായിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഈ മേഖലയിൽ യാതൊരു അറിവില്ലാത്തൊരു വ്യക്തിക്ക് ഓരോ പ്രോഗ്രാമുകൾ, ആദ്യം വർക്ക്ഷോപ്പ് പ്രോഗ്രാം, സ്പീക്കർ വർക്ക്ഷോപ്പ് പ്രോഗ്രാമിൽ പെർഫോം ചെയ്ത് മെച്ചമാവണം. അതിനുശേഷം റിയൽ ഫീൽഡിൽ നമ്മൾ പെർഫോം ചെയ്ത് 1-to-1 ആയിട്ട്
ഗാദറിംഗ് ആയിട്ടോ നമ്മൾ പെർഫോം ചെയ്ത് എക്സെൽ ചെയ്യണം. അതോടൊപ്പം തന്നെ മാസ് പ്രസന്റേഷൻസിനും ചെയ്യാനുള്ള കോൺഫിഡൻസ് വരുമ്പോൾ അയാൾക്ക് ഒരു വലിയ പ്രസന്റർ ആയിട്ട് മാറാൻ പറ്റും എന്നുള്ളതാണ്. ലാസ്റ്റ് പാർട്ട്, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഇനാക്റ്റീവ് മെമ്പേഴ്സ്. നിങ്ങൾ ടീമും ഇനാക്റ്റീവ് മെമ്പേഴ്സുമായിട്ട് നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ബിസിനസ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം കുറെ ആളുകൾ എല്ലാ ദിവസവും പുതുതായി ടീമിലേക്ക് വന്നുകൊണ്ടിരിക്കും. കുറെ ആളുകൾ ടീമിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും, വരക്കുന്നുണ്ട്, കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഇതിന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ടീമിൽ ഒരുപാട് സ്ലീപ്പിംഗ് എലഫൻസ് ഉണ്ട്. ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ആളുകളാണ്, പക്ഷെ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ലീപ്പിംഗ് എലഫൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഉണർത്തണം, ആക്ടിവേറ്റ് ചെയ്യണം. അപ്പൊ ആ സ്ലീപ്പിംഗ് എലഫൻസിനെ ഉണർത്താൻ ഏറ്റവും നല്ല സമയത്തിലാണ് മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ടീമിലുള്ള ബിസിനസ്സിൽ നിങ്ങൾ ഓൾറെഡി എൻറോൾ ചെയ്ത ആളുകളുണ്ട്, അവരെ പോയി നിങ്ങൾ കണ്ടിട്ട് സംസാരിക്കണം. എന്ത് സംസാരിക്കണം? ഓൾറെഡി നമ്മൾ ഐഡിയ എടുത്തിട്ടുണ്ട്, നിങ്ങൾ പുതുതായിട്ട് ഐഡിയ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കമ്പനി നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് അപ്ഡേഷൻസ് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കമ്പനിയുടെ പുതിയ അപ്ഡേഷൻസ് അവരോട് സംസാരിച്ചുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യണം. കാരണം പുതുതായിട്ട് നിങ്ങൾ ഒരിക്കലും ഐഡിയ എടുക്കേണ്ട കാര്യമില്ല. കമ്പനി ഇപ്പൊ പുതിയ വാല്യൂ ആഡഡ് പാക്കേജസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴാണ്? ബാലൻസ് ചെയ്യണമായിരുന്നു, പക്ഷെ ഇപ്പൊ ബാലൻസിന്റെ ആവശ്യമില്ല. ഒരു സെയില് വെക്കുമ്പോ നമുക്ക് ബൂസ്റ്റർ, ഡയറക്റ്റ് ബൂസ്റ്റർ ബോണസ് കിട്ടും. അത് ഭയങ്കര അട്രാക്ഷൻ ആണ്. അപ്പൊ നമ്മുടെ കമ്പനിയുടെ ഡയറക്റ്റ് ബൂസ്റ്റർ ബോണസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുക. ഒരു 50 PV നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടുവരുമ്പോ നിങ്ങൾക്ക് 2020 രൂപ കിട്ടും. 100 PV ഡയറക്റ്റ് കൊണ്ടുവരുമ്പോ 4040 രൂപ കിട്ടും. ഡയറക്റ്റ് ബൂസ്റ്റർ ബോണസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ അപ്ഡേഷനെ കുറിച്ച് നമ്മൾ ഈ ബയോട്ടോറിയത്തിൽ ഒന്ന് സംസാരിക്കാം. കോംബോ പാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പഴയ മദർ പ്ലാനും അതുപോലുള്ള പ്രൊഡക്ട്സുകളും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അതിനൊന്നും യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല. പക്ഷെ ആഡ് ഓൺ പാക്സ് ആഡ് ചെയ്തിട്ടുണ്ട്, വാല്യൂ ആഡഡ് പാക്സ്, കോംബോ പാക്സ്. പല പാക്സിന്റെയും കോമ്പിനേഷൻ ആണ്. എപ്പോ നമ്മൾ ഓൺലൈനായിട്ട് കോംബോ പാക്സ് മേടിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നമുക്ക് ഹൈ ഡിസ്കൗണ്ടില് ഉൽപ്പന്നങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ബയോട്ടറിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളും കോംബോ പാക്സ് ആയിട്ട് ഇന്ന് അവൈലബിൾ ആണ്. കോംബോ പാക്സ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇതിലൂടെ കസ്റ്റമർ എന്ന ലെവലിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാം. ഇത് മാർക്കറ്റ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ലീഡേഴ്സിനും ലാഭം ഉണ്ടാക്കാനുണ്ട്. അപ്പൊ ഇനാക്റ്റീവായിട്ട് ആളുകളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പുതിയ അപ്ഡേഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഡയറക്റ്റ് ബൂസ്റ്റർ ബോണസിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കൊടുക്കുക. ബാലൻസിങ്ങിന്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് പണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ അവയർനെസ് ബോണസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ജോഡി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 50 PV കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 440 രൂപ കിട്ടും. 100 PV നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ 880 രൂപ കിട്ടും. 500 PV നിങ്ങളുടെ ടീമിൽ മാച്ച് ചെയ്താൽ നിങ്ങൾക്ക് 4400 രൂപ കിട്ടും. 1000 PV നമ്മൾ മാച്ച് ചെയ്യുന്ന സമയത്ത് ടീമിന്റെ ടേൺ ഓവർ ആണ് നിങ്ങൾക്ക് 8800 രൂപ ഒരു കട്ട് ഓഫിൽ ഒരു സൈക്കിളിൽ കിട്ടും. രാവിലെ 8800 വൈകിട്ട് 8800 17,600 രൂപ ഒരു ദിവസം നിങ്ങൾക്ക് സൂപ്പർ അവയർനെസ് ബോണസ് അത് ഇപ്പോഴും കിട്ടുന്നുണ്ട്. പക്ഷെ മറ്റു പ്ലാനുകളിൽ ഏറ്റവും വലിയ വ്യത്യാസം ഓട്ടോ ബോണസ് ആണ്. ഒരേ ബിസിനസ്സിന് ഓട്ടോമാറ്റിക്കായി ഇൻകം കിട്ടുന്നു സൂപ്പർ ഫാമിലി ബോണസ്. 250 ഞങ്ങൾ അവിടെ മാച്ച് ചെയ്യുമ്പോൾ 2970 രൂപ കിട്ടും. 100 മാച്ച് ചെയ്യുമ്പോൾ അതേ ബിസിനസ്സിന് 5490 രൂപ കിട്ടും. അപ്പൊ അതും നമുക്ക് കിട്ടുന്നുണ്ട്. ഡയറക്റ്റ് ബൂസ്റ്റർ ബോണസ്, സൂപ്പർ അവയർനെസ് ബോണസ്, സൂപ്പർ ഫാമിലി ബോണസ്. അപ്പൊ ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം തന്നെ എന്താണ് ടോപ്പ് അപ്പ് ബൂസ്റ്റർ ബോണസ് 29-ാം തീയതി. ഇതിനു വേണ്ടി നിങ്ങൾ പഴയ ഐഡിയിലുള്ള ആളുകൾക്കെല്ലാം അതേ ഇൻകം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും, അതേ ബോണസുകൾ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ വാല്യൂ ആഡഡ് പാക്കേജിന്റെ ഡയറക്റ്റ് ബൂസ്റ്റർ ബോണസും അതുപോലുള്ള മറ്റു ബെനിഫിറ്റ്സും എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 29 ഫെബ്രുവരിക്കുള്ളിൽ മിനിമം നിങ്ങളുടെ ടീമില് 100 PVയുടെ ബിസിനസ് നിങ്ങളുടെ ജീനിയസിലും അല്ലെങ്കിൽ ലെഫ്റ്റ് ടീമിലും 100 PVയുടെ ബിസിനസ് നിങ്ങളുടെ വിന്നേഴ്സിൽ റൈറ്റ് ടീമിലും നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഐഡി ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഗ്രേഡഡ് ആവും. ഈ കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കാം. അപ്പോ 2 ബിസിനസ് 29 ഫെബ്രുവരിക്കുള്ളിൽ ചെയ്താൽ 100 ഓട്ടോമാറ്റിക് 100 PV നിങ്ങൾ ടീമിൽ ജീനിയസിൽ വന്നു, ലെഫ്റ്റ് ടീമിൽ വന്നു, വിന്നേഴ്സിൽ വന്നു, റൈറ്റ് ടീമിൽ വന്നു, നിങ്ങൾ ഓട്ടോമാറ്റിക് അപ്ഗ്രേഡഡ് ആവും എന്നുള്ള കാര്യം നമ്മൾ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഇനി അതിന് ആർക്കെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. കമ്പനി കുറെ ബൂസ്റ്റർ പാക്കേജുകൾ കമ്പനി ഇറക്കിയിട്ടുണ്ട്.
ആ ബൂസ്റ്റർ പാക്കേജിനനുസരിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മിനിമം 50 PVയുടെ ഉൽപ്പന്നങ്ങൾ ഒരു പ്രാവശ്യം മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കമ്പനിയുടെ പുതിയ ബോണസുകൾ എൻജോയ് ചെയ്യാൻ പറ്റും ഇൻ ഫ്യൂച്ചർ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല. അവർക്ക് വേണ്ടി കമ്പനി ബൂസ്റ്റർ പാക്കേജ് എന്താ പറയാ ടോപ്പ് അപ്പ് ബൂസ്റ്റർ പാക്കേജസ് ഇറക്കിയിട്ടുണ്ട്. ബില്ലിങ്ങിൽ റീപർച്ചേസ് പാക്കേജുകളുടെ കട്ടിങ്സുകള് അതേപോലെ PPTs നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ബില്ലിങ്ങിൽ റീപർച്ചേസ് പാക്കേജിലുള്ള ഉൽപ്പന്നങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം 50 PVയുടെ മിനിമം 8000 രൂപയുടെ പർച്ചേസ് നമുക്ക് 7000 രൂപയുടെ പർച്ചേസ് നമുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ എല്ലാ ബെനിഫിറ്റ്സും വീണ്ടും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി ചെയ്യാൻ പറ്റാത്തവർക്ക് പഴയ എല്ലാ വരുമാനവും കിട്ടും. അവയർനെസ് ബോണസും കിട്ടും, ഫാമിലി ബോണസും കിട്ടും. ഒരു ദിവസം 30,000 രൂപ ഉണ്ടാക്കാം. മദർ പ്ലാനിലൂടെ 1 കോടി രൂപ ഉണ്ടാക്കാം. ഒരു പ്രശ്നമില്ല, എല്ലാ ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ബിഗിനർ ബൂസ്റ്റർ ബോണസ് ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ ചാമെന്ന് പറയുന്നത് ബിഗിനേഴ്സുള്ള ആളുകൾക്ക് കിട്ടുന്ന വരുമാനമാണ്. അപ്പോ രാവിലെയും വൈകിട്ടും കമ്പനി നമുക്ക് ഒരു ദിവസം 2 കട്ട് ഓഫ് വന്നിട്ടുണ്ട്, ഒരു മാസം 60 കട്ട് ഓഫ് വന്നിട്ടുണ്ട്. ഈ 60 കട്ട് ഓഫില് ഏതെങ്കിലും 10 ദിവസം രാവിലെയും വൈകിട്ടും ബിസിനസ് വെച്ചാൽ ഒരാഴ്ചയിൽ 10 ദിവസത്തിൽ 5 ദിവസത്തില് രാവിലെയും വൈകിട്ടും ബിസിനസ് വെച്ചാൽ 50 PV ആണ് നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് 1500 രൂപ വീതമാണ് ഒരു കട്ട് ഓഫിൽ നിങ്ങൾക്ക് കിട്ടും. 7500 രൂപ സൂപ്പർ ബിഗിനർ ബൂസ്റ്റർ ബോണസ് കിട്ടും. ഇതേ രാവിലെ വൈകിട്ടും 100 PV വെച്ചാണ് നിങ്ങൾ വിൽക്കണമെങ്കിൽ അങ്ങനെ 10 ദിവസത്തില് 5 ദിവസം ചെയ്താൽ, ഇന്ന് ചെയ്തു നാളെ ചെയ്തില്ല പ്രശ്നമില്ല, 10 ദിവസത്തിനുള്ളിൽ 5 ദിവസം ചെയ്താൽ മതി, ബിഗിനർ ബൂസ്റ്റർ ബോണസ് കിട്ടും. 100 PV വെച്ചാണ് നിങ്ങൾ രാവിലെ വൈകിട്ടും വെക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 15,000 രൂപ വരെ കിട്ടാം. അപ്പൊ ബിഗിനർ ബൂസ്റ്റർ ഒരു 7.5 ലക്ഷം രൂപ വരെ ആവുന്നത് വരെ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഒരു എക്സ്ട്രാ ഫ്യൂവൽ ആയിട്ട് ബിഗിനേഴ്സ് ബൂസ്റ്റർ ബോണസ് കമ്പനി തരുന്നുണ്ട്. ഏറ്റവും വലിയ അട്രാക്ഷൻ പുതുതായിട്ട് എന്താ വന്നിട്ടുള്ളതെന്ന് അറിയില്ലേ? കമ്പനിയുടെ റീപർച്ചേസ് പ്ലാൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പണ്ട് ഒരു PV മാച്ച് ചെയ്യുമ്പോ 630 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. സൂപ്പർ അവയർനെസ് ബോണസിൽ ഒരു PV മാച്ച് ചെയ്യുമ്പോൾ 8 രൂപ 80 പൈസ കിട്ടും. സൂപ്പർ ഫാമിലി ബോണസിൽ ഒരു PV മാച്ച് ചെയ്യുമ്പോൾ 59 രൂപ 40 പൈസ കിട്ടും. പക്ഷേ ഒരു റീപർച്ചേസ് പ്ലാനിൽ വന്നപ്പോ റീപർച്ചേസ് ബൂസ്റ്റർ ബോണസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കമ്പനി ഒരു PV മാച്ച് ചെയ്യുമ്പോൾ 630 രൂപ നമുക്ക് റീപർച്ചേസ് പ്ലാനിൽ കിട്ടും. ലെഫ്റ്റും റൈറ്റും ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്തു. 100 PV മാച്ച് ചെയ്യുമ്പോൾ 63,000 രൂപ ഒരു സൈക്കിളിൽ കിട്ടും. രാവിലത്തെ സൈക്കിളിൽ 63,000, വൈകിട്ടത്തെ സൈക്കിളിൽ 63,000, 1,26,000 രൂപ ഒരു സൈക്കിളിൽ നമുക്ക് റീപർച്ചേസ് ബൂസ്റ്റർ ബോണസ് കമ്പനി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താ അറിയോ? ഇത് നമുക്ക് വരുമാനം തരുന്നത് സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് PVയുമായി കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങളുടെ ടീമിലുള്ള ആളുകള് ഓരോ ദിവസവും ഓരോ കട്ട് ഓഫിലും ഉൽപ്പന്നങ്ങൾ റീപർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് അവരുടെ ജോയിനിങ് ഡേറ്റുമായി കണക്റ്റഡ് ആയിട്ടായിരിക്കും റീപർച്ചേസ് ചെയ്യുക. അപ്പൊ റെഗുലറായി റീപർച്ചേസിങ് നടക്കുകയും ആ റീപർച്ചേസിന്റെ ക്രിയേറ്റ് ചെയ്യുന്ന ടേൺ ഓവർ അനുസരിച്ച് കമ്പനി സോഫ്റ്റ്വെയറിൽ 3,500 BV ആണ്. അതായത് ഒരു ബിസിനസ് സെന്ററിലൂടെ റീപർച്ചേസ് ബൂസ്റ്റർ ബോണസ് ആയിട്ട് 160 കോടി രൂപ കമ്പനി നമുക്ക് തരാൻ വേണ്ടി ഇപ്പോ 2026 ഈ വൈറ്റോറിയത്തിന്റെ റീപർച്ചേസ് ബോണസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. BV വന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കാശ് വരും. BV വന്നാൽ സൂപ്പർ അവയർനെസ് ബോണസ് വരുന്നത് പോലെ, സൂപ്പർ ഫാമിലി ബോണസ് വരുന്നത് പോലെ, സൂപ്പർ ബൂസ്റ്റർ ബോണസ് വരുന്നത് പോലെ നിങ്ങൾക്ക് BV നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റിലും വന്നിട്ടുണ്ടെങ്കിൽ റീപർച്ചേസ് ബോണസ് PV അനുസരിച്ച് 3,500 മാച്ച് ചെയ്തു. രാവിലെ 3,500 മാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരമാവധി ഒരു ദിവസം നിങ്ങൾക്ക് അതനുസരിച്ചുള്ള റീഫണ്ട്, ഒരു വർഷം നിങ്ങൾക്ക് 160 കോടി രൂപയുടെ പ്രോഫിറ്റ്. ഈ അപ്ഡേഷൻസ് നിങ്ങളുടെ ഇനാക്റ്റീവ് മെമ്പേഴ്സിനോട് സംസാരിച്ചുകൊണ്ട് അവരെ ആക്റ്റീവ് ആക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരു ഇനാക്റ്റീവ് ആക്റ്റീവ് ആയാൽ അതിലൂടെ വരുന്ന ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെയിൽസ് നമുക്ക് ഇപ്പൊ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു ആപ്പിള് മുറിച്ചാൽ എത്ര കുരു ഉണ്ടാവും നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ ഒരു കുരു നട്ടാൽ അതിൽ എത്ര ആപ്പിൾ ഉണ്ടാവും പറയാൻ പറ്റില്ല. സോ നിങ്ങളുടെ കൂടെയുള്ള ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസ നേർന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഇ ബാറ്ററി.